അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ സീസൺ 2 കണ്ടിട്ടെ ഇപ്പോൾ നെക്സ്റ്റ് അക്കൗണ്ടായിട്ട് ഇത്. അപ്പോൾ നേരത്തെ ഈ വീട് പണിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ സർവൈവലിൽ. അപ്പോൾ അത് നിങ്ങൾ കാണിക്കാത്തതെന്ന് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വീട് കൂടെ ചേരുമ്പോൾ നന്നായിട്ട് പണിയാവുമെന്ന് വിചാരിച്ച് വീഡിയോ അത് ഇടാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒരു വില്ലേജ് കിട്ടി, അതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ അതും ആയിട്ടില്ല. എൻ്റെ ബുദ്ധിയിൽ ഒരു പ്രതിഭാരം കിടക്കുന്നു എന്നൊരു സംശയം. ഈ വീടൊക്കെ ഈ സാധനമൊക്കെ തല്ലി പൊളിച്ച് ഞാൻ അങ്ങോട്ട് അതാ അമ്മമാർ വന്ന് തീ പിടിപ്പിക്കാനായിട്ട്. എവിടെ നോക്കിയാൽ അടുത്ത ശല്യങ്ങളാണ്. പക്ഷെ എൻ്റെ പൊന്നു കൈസ് ഈ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു കയറുന്നില്ല കൈസ്. എനിക്ക് അടുത്തതിൻ്റെ ഗൈസ് എനിക്ക് ദേഷ്യം പിടിപ്പിക്കുക ഗൈസ്. ഞാൻ ഈ വീടിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ ഇച്ചിരി പണികളുടെ ഇതില്ല ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഒരു സോഡ് ഇന്ന് അടിക്കും ഞാൻ അങ്ങോട്ട് എവിടെ ചുമ്മാ കേട്ടോ. അമ്മമാർ വന്നാൽ പിന്നെ പണി തരും, എൻ്റെ പണി വരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു അടുത്ത് തന്നെ ഒരു ഇതുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് ചെന്നിട്ട് ഞാൻ പറയാം. ഒരു കേവാട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റോൺ ഞാൻ ആദ്യമായിട്ടൊന്ന് പൊട്ടിക്കാൻ പോകട്ടെ ഗൈസ്. കാരണം ഇപ്പോൾ സ്റ്റോണിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഈ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്ന് പോക്കാവുള്ളൂ. പിന്നെ ആവശ്യമില്ലാതെ പിന്നെ നമ്മുടെയൊക്കെ നമുക്കിപ്പോൾ ഇത്രയും മതിയോ? ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ സ്റ്റോൺസ് ഉണ്ട് കൈസ്. ഇവിടെ ഭയങ്കര അയണിൻ്റെ ഇതൊക്കെയാണ്. ഞാനൊരു അബദ്ധം പറ്റി കൈസ്. ഇന്ന് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ എടുക്കാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റൂല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന്. അത് അത്രയേ ഉള്ളൂ. അല്ല പിന്നെ നമുക്കൊരു സ്റ്റോൺ പിക്കറ്റ്സിന് ഒരു സ്റ്റിക്ക്. അയ്യേ ഇതൊക്കെ ഉള്ളൂ. നമുക്കൊരു സ്റ്റിക്കല്ല, എത്ര വേണം സ്റ്റിക്ക്. അപ്പോൾ നമുക്കൊരു ഇതുണ്ടാക്കാം. നമ്മുടെ ഫസ്റ്റത്തെ അങ്ങനെ കൈസ്. ഇവിടെ ഒരു അയൺ കിട്ടിയിട്ടുണ്ട് കൈസ്. ഈ അയൺ എന്ന് പറയുന്ന സാധനം എനിക്ക് ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അയൺ ഉണ്ടായാലേ ഇപ്പോൾ ഡയമണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഡയമണ്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. 3 അയണ എന്തിനയൺ 3 അയൺ എന്നെക്കാളും അല്ല. നമ്മുടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ഞാൻ എടുത്താ. അത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാ. പക്ഷെ എന്താ കുഴപ്പം പറ്റിയെന്ന് പറയട്ടെ, അത് വീഡിയോ ആയിട്ടില്ല ഗൈസ്. അതാണ്. അതുകൊണ്ട് പിന്നെ അത് ഞാൻ കളഞ്ഞ്, വെറുതെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്നും 1 മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇച്ചിരി കൂടെ പത്താൻ പറ്റിയേനെ. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഓക്കെ എനിക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എൻ്റെ പുഴിമഴ ഇവിടെ നടക്കണത്. ഇവിടുത്തെ ആയും തീർന്നു കേട്ടോ. ബെസ്റ്റ്. ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഇപ്പം താഴത്തേക്ക് ഇറങ്ങിയ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും. ഈ കോളാണ് ഏറ്റവും ആവശ്യം. കാരണം പറയട്ടെ, കോളില്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കേവിലേക്ക് നേരെ താഴെ ഇറങ്ങാത്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ താഴെ ഇറങ്ങിയേനെ. കോളാണ് ഏറ്റവും ആവശ്യം കേവിലേക്ക് ഇറങ്ങുമ്പോൾ ബെസ്റ്റായിട്ട്. കാരണം പറഞ്ഞാൽ കോളിന് മറ്റേ ഇതുണ്ട്. ഇപ്പോൾ ഇത്രയും കൊണ്ട് ഇറങ്ങിയാൽ മതി. ഇവിടെ കുറേ അയൺ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച, ഒന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് എത്രയാ? ഒരു 11 അയണ്. പക്ഷെ എന്തിനാണോ എന്തോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, പക്ഷെ അതിന് 20 അയൺ കിട്ടി കൈസ്. ഞാൻ വീഡിയോ എന്താ ഇടാത്തതെന്ന് പറഞ്ഞാൽ ബാക്കി സീരീസ് കണ്ടിന്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച. പക്ഷെ എന്താ കുഴപ്പം പറ്റിയെന്ന് പറയട്ടെ, ഞാൻ ചപ്പിപ്പോയി കൈസ്. ചമ്മി അമ്മേ. നീണ്ട നാളിലേക്ക് ശേഷം, നീണ്ടല്ലോ ഒരു 2 അവറിലേക്ക് ശേഷം നമ്മൾ പിന്നെ
എവിടെ നിന്നാടേ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വാടാ നീ നേരത്തെ മാർക്ക് പേടിക്കൊണ്ടെന്നല്ലടാ പോടാ പോടാ പോടവിടുന്ന് അവനല്ലാതെ പിന്നെ അവൻ വിചാരിച്ച് ഞാനിപ്പോൾ ചാവും എനിക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞ ലൈറ്റ് എന്തായാലും ആവശ്യമുണ്ടോ അപ്പം നമുക്ക് ലൈറ്റ് ഉണ്ടാക്കിയിട്ട് കാണാം. ഒരു സാധനം ഇവിടെ ചുറ്റും വെള്ള അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല. നമ്മൾ ചമ്മി ഇവിടെ ഒരു സാധനവും ഇല്ല. എങ്ങനെയെങ്കിലും ഞാൻ ഒരു വലിയ ട്രഷർ കണ്ടുപിടിക്കും ഗൈസ്. കണ്ടോ ഗൈസ്, അടുത്ത വീഡിയോയിൽ ഞാൻ വലിയൊരു ട്രഷർ കണ്ടുപിടിക്കും ഗൈസ്. അത് നിങ്ങൾ നോക്കും ഗൈസ്. ഏതൊരു നല്ല കേവ് എന്തെങ്കിലും കിട്ടിക്കൂടെ? ഒരു നല്ല കേവും തരില്ല. ഇതെന്തോന്ന് ഇതെന്താ ഇവിടെ എന്തുവാ എനിക്ക് എന്താണെന്നറിയില്ല ഗൈസ്. നമുക്ക് ഗായ്സ് ഒരു കേവ് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ അതിനകത്ത് ഇറങ്ങാൻ എനിക്ക് ധൈര്യം പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതും കൊണ്ട് പോയില്ലെങ്കിൽ നല്ല നഷ്ടമാണ് വരാൻ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയണില്ല. ഈ കേവ് കണ്ടുപിടിച്ചു. ഇപ്പം രാത്രി ആവാറായി. രാത്രി ആയി കഴിഞ്ഞാൽ വലിയ ശല്യങ്ങളല്ലേ ഇവിടേക്ക് ഇറങ്ങാൻ പോണത്. ഒരു ദുരോധരം അത് ഇറങ്ങാൻ പോയതുകൊണ്ട് ഞാനിപ്പോൾ അത് ഇപ്പോൾ എടുക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. എൻ്റെ ഇപ്പം ഈ സാധനങ്ങളൊക്കെ പോയാൽ പിന്നെ നല്ല നഷ്ടങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ ഗൈസ്. എന്താ എന്തുവാടേ? അപ്പോൾ എനിക്ക് പറയാനുണ്ട് വേറൊരു കാര്യമില്ല ഗൈസ്. എനിക്കിപ്പോൾ നേരെ ഒരു സാധനം ഉണ്ടാക്കണം. ഫർണസ് ഞാനിപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഈ സീരീസ് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ഫുൾ സപ്പോർട്ട് തരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ സ്കിൻ ഇടണമായിരിക്കും ഗായ്സ്. യാസ് നമ്മളിപ്പോൾ നിലവിൽ ഈ സ്കിന്നാട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു സ്കിൻ ഇടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.